എല്ലാവർക്കും നമസ്കാരം. ഇതൊരു ചെറിയ സ്റ്റേക്കേഷൻ വീഡിയോ ആണ് കിവിയുടെ കൂടെ. ആൻഡ് ദിസ് ഇസ് അവർ ലാസ്റ്റ് വീഡിയോ ഫ്രം ഖത്തർ. യെസ്, ഡെസിഷൻ മേക്കിങ്സ് കുറച്ച് ഡിഫിക്കൽട്ടാണ്, പക്ഷെ ഞാൻ കുറേ എക്സൈറ്റഡും ആണ്, നല്ല ഹാപ്പിയുമാണ്, ടെൻസ്ഡും ആണ്. ഇനിയുള്ള ലൈഫ് നല്ല ഡിഫറെൻ്റ് ആയിരിക്കും. ഒരു ലോങ് 2 years കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവിടുന്ന് പോകുന്നത്. എനിവേ നമ്മൾ വണ്ടർ പാലസ് ഹോട്ടലിലോട്ടാണ് പോയത്. എൻ്റെ ഫ്രണ്ട്സ് എനിക്ക് വേണ്ടി അറേഞ്ച് ചെയ്ത് തന്ന ഒരു അടിപൊളി സ്റ്റേക്കേഷൻ പാർട്ടിയായിരുന്നു. ഇത് നമ്മൾ റിസപ്ഷനിൽ ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ചെക്ക് ഇൻ കഴിഞ്ഞ് നമ്മൾ നേരെ റൂമിലോട്ടെത്തി. നല്ല മെമ്മറീസ്, നല്ല പീസ്ഫുള്ളായിട്ട് ഇരുന്ന് കുറേ നേരം സ്പെൻഡ് ചെയ്തു. അമ്മയും കിവിയും ആൻഡ് ഇത് നീതുവാണ് എൻ്റെ കൂടെ. ഞാനും അമ്മയും നീതും ഹെലനയും ആയിരുന്നു ഇവിടെ. വേറെ ഒരു റൂം കൂടി ഉണ്ടായിരുന്നു, കാരണം നമ്മൾ മൊത്തം 8 പേരാണ് പോയത്. ഇത് ഞങ്ങളുടെ റൂം മാത്രമാണ് കേട്ടോ. നല്ലൊരു റൂമായിരുന്നു, അത്യാവശ്യം വലിയ റൂം, നല്ല വാർഡ്രോബ്, നല്ല ബാത്റൂം, ഓൾ ഓക്കെ, നൈസായിരുന്നു. നമ്മൾ പിന്നെ അവിടെ കുറേ നേരം കിവിയായിട്ട് കളിച്ചിരുന്നു. ഇവിടുന്ന് പോകുന്നതിന് മുന്നേ നല്ലൊരു മെമ്മറി. ദിസ് ഈസ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ മെമ്മറി. എൻ്റെ ലൈഫിൽ ഞാൻ മറക്കാത്ത ഒരു അടിപൊളി മെമ്മറി ആയിട്ട് ഞാൻ ഇതിനെ അങ്ങ് സേവ് ചെയ്ത് വെച്ചു. കാരണം കുറേ നല്ല ആൾക്കാരെ കിട്ടുക, അവരോട് ടൈം സ്പെൻഡ് ചെയ്യുക, നമ്മുടെ ലൈഫ് മീനിങ് ഫുൾ ആവുന്ന തന്നെ അങ്ങനെ കുറേ നല്ല ആൾക്കാരുണ്ടാവുമ്പോഴല്ലേ. സോ ഐ എം വെരി ലക്കി ടു ഹാവ് ദീസ് പീപ്പിൾ ഇൻ മൈ ലൈഫ്. പിന്നെ ഇതായിരുന്നു എനിക്ക് അത്രയും ഞാൻ എൻജോയ് ചെയ്തൊരു മൊമെൻറ്റ്. എല്ലാവരും പൂളിൽ കളിക്കുമായിരുന്നു, പക്ഷെ എൻ്റെ കിവി നല്ല ഉറക്കമായിരുന്നു. ആ നല്ലൊരു ഈവനിങ്ങിൽ കിവി ഇങ്ങനെ എൻ്റെ കയ്യിൽ കിടന്നുറങ്ങുമ്പോൾ ഐ ഫെൽ സോ ഹാപ്പി. ദിസ് ഇസ് സുട്ടൻ. നമ്മുടെ സുട്ടൻ പക്ഷേ ഓൾറെഡി വെള്ളത്തിൽ ഇറങ്ങി കളിക്കുകയാണ്. പിന്നെ കിവി കുറച്ച് സിക്കായതുകൊണ്ട് തന്നെ നമുക്ക് പ്ലാൻ ഉണ്ടായിരുന്നില്ല ഇറക്കാൻ. മുന്നേ ഒരു സ്റ്റേക്കേഷൻ പോയപ്പോൾ ആൾ ഓൾറെഡി ഇറങ്ങിയിട്ടുള്ളതാണ്. പിന്നെ ഞാൻ ഹാപ്പി ചെയ്ത അമ്മ നന്നായിട്ട് എൻജോയ് ചെയ്തു, അടിപൊളിയായിട്ട്. പിന്നെ കുറേ നീന്തൽ ക്ലാസ് എല്ലാം ഉണ്ടായിരുന്നു പുണ്യയുടെ വക. അങ്ങനെ ആ ഒരു ഈവനിങ് നൈസായിരുന്നു. നമ്മളങ്ങനെ നൈറ്റായപ്പോൾ ഡിന്നർ കഴിക്കാൻ സൈത്തൂണിലോട്ടാണ് പോയത്. ഇത് ഞങ്ങളുടെ ചെറിയൊരു ഡ്രാമയാണ്. ദിസ് ഇസ് സുട്ടൻസ് മമ്മി. പിന്നെ ധന്യ നമ്മുടെ കൂടെ ജോയിൻ ചെയ്തു. ധന്യ എനിക്കൊരു ഗിഫ്റ്റ് കൊണ്ടാണ് വന്നത്. ക്യൂട്ട് ഗിഫ്റ്റ്, നല്ല അടിപൊളി ഗിഫ്റ്റായിരുന്നു. അവൾ എന്നെ പെയിൻറ്റ് ചെയ്തിട്ട് കൊണ്ടുവന്നാണ്. ശ്രുതിക്കും കൊടുത്തു, എനിക്കും. ഫോർ ബോത്ത് മമ്മീസ്. നല്ല അടിപൊളി ഗിഫ്റ്റ്. ഇതാണത്. നല്ല ഭംഗിയായിട്ട് അവൾ വരച്ചിട്ടുണ്ടായിരുന്നു. ലൈഫിൽ അടുത്തൊരു ചാപ്റ്ററിലോട്ട് നമ്മൾ മൂവ് ചെയ്യുമ്പോൾ നമ്മൾ ഇതുവരെ കടന്നുപോയതൊക്കെ ഒന്ന് തിരിഞ്ഞ് നോക്കുമല്ലേ. പാസ്റ്റ് 2 years പെട്ടെന്ന് കടന്നുപോയെങ്കിലും ഐ ഡിഡ് എ ലോട്ട്. ഇതുവരെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. ഐ വാസ് വർക്കിംഗ് വെൻ ഐ ഗേവ് ബർത്ത് ടു കിവി ആൻഡ് ഇപ്പോഴും ഐ വാസ് എ വർക്കിംഗ് മോം. സോ ഐ ഡിഡ് എ ലോട്ട് ആൻഡ് ഐ എം പ്രൗഡ് ഓഫ് മൈ സെൽഫ്. പിന്നെ നല്ല ലേറ്റ് നൈറ്റ് ആയപ്പോൾ നമ്മൾ ഇറങ്ങി പുറത്തോട്ട്. ബേബീസൊക്കെ ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ ചെറിയൊരു കേക്ക് കട്ടിങ്, റീല് ഷൂട്ട് ചെയ്യൽ. സോ ഹാപ്പി, അടിപൊളിയായിരുന്നു ആ ദിവസം. ഒരുപാട് ലേറ്റായിട്ട് കിടന്നുകൊണ്ട് തന്നെ ഇത് ലേറ്റായിട്ട് എണീറ്റ് മോർണിംഗ് ബ്രഷിങ് ആണ് ഈ കാണുന്നത്. നമ്മൾ ലേറ്റായിട്ടാണ് എണീറ്റത്. പക്ഷേ ബാക്കിയുള്ളവരൊക്കെ ആദ്യമേ പോയി. ഞാനും എൻ്റെ ബേബികളും എൻ്റെ നീതുകളും മാത്രം അവിടെ കിടന്നുറങ്ങുന്നുണ്ടായിരുന്നത്. നമ്മൾ മോർണിംഗ് ജസ്റ്റ് ജനലിൽ കൂടെ ഒക്കെ ഒന്ന് നോക്കിയിട്ട് മുകളിൽ കഴിക്കാൻ പോയി. അത്യാവശ്യം കോസി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു, നൈസായിരുന്നു. എ കൈൻഡ് ഓഫ് ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു, പക്ഷെ നല്ലതായിരുന്നു. നഗറ്റ്സ്, പാൻ കേക്ക്സ് കുറേ ഉണ്ടായിരുന്നു. ഇപ്പോൾ പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നില്ല. ഫ്രൂട്ട് കട്ട്സ്, ജ്യൂസ് എൻ്റെ ഫേവറേറ്റ് ആയിരുന്നു. ഓൾ ഗുഡ്, നമ്മൾ എൻജോയ് ചെയ്ത് കഴിച്ചു. ഇത് നെക്സ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ 12 PM ചെക്ക് ഔട്ട്. സോ ആഫ്റ്റർ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ നേരെ പൂളിലോട്ടാണ് പോകാൻ പ്ലാൻ ഇട്ടത്. സോ അവിടെ നിന്ന് സംസാരിച്ചൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പൂളിലോട്ട് തന്നെ പോയി. അവിടെ പോയിട്ട് നല്ലോണം അർമാദിച്ചു. ആക്ച്വലി ഒട്ടപ്പറ വെയിലത്താണ് നമ്മൾ കളിക്കുന്നത്. തലയുടെ മുകളിൽ നല്ല സൂര്യനാണ്. കാരണം ഇവിടുത്തെ ഹീറ്റ് അറിയാലോ, സമ്മറാണിപ്പോൾ. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ പെട്ടെന്ന് ചെക്ക് ഔട്ട് ചെയ്തു. കാരണം വണ്ടിയാണ് നമ്മൾ നിന്നത്. കിവിനെല്ലാം റെഡിയാക്കി അങ്ങനെ ആ ഒരു ഹെവി ഹാർട്ടോടുകൂടി അവിടെ നിന്ന് ഞാൻ ഇറങ്ങിയത്. ബിക്കോസ് നല്ലൊരു മെമ്മറി ആയിരുന്നു എനിക്ക്. എൻ്റെ ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത എൻ്റെ കുറേ നല്ല ആൾക്കാരുടെ കൂടെ. ദിസ് ഈസ് മൈ നീതു ഗേൾ. യെസ്. എനിവേ ആ ഡേ അവിടെ കഴിയാണ്. നമ്മൾ ചെക്ക് ഔട്ട് ചെയ്തു, എല്ലാവരും ജോയിൻ ചെയ്തു. ദെൻ കുറച്ച് ഫോട്ടോസ് എല്ലാം എടുത്ത് ടാറ്റ ബൈ ബൈ പറഞ്ഞ് നമ്മളങ്ങനെ വീട്ടിലോട്ട് വന്നു. എനിവേ ഐ ഹോപ്പ് എവറി വൺ വിൽ എൻജോയ് ദിസ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.